നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം UDFന് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇപ്പോഴിതാ പുതിയൊരു വാർത്ത വരുന്നു. UDF C ക്ലാസ് മണ്ഡലങ്ങളിൽ, അതായത് അവർ ജയിക്കാൻ ഒട്ടും തന്നെ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ചെറുപ്പക്കാരെ ഇറക്കി, അങ്ങനത്തെ 30 മണ്ഡലങ്ങളുണ്ടെന്നാണ് UDFൻ്റെ വിലയിരുത്തൽ. ആ 30 മണ്ഡലങ്ങളിലും ചെറുപ്പക്കാരെ ഇറക്കി ഒരു പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് UDF. എന്താണ് സാർ, UDF 140-ൽ 140 ജയിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണോ തെരഞ്ഞെടുപ്പ്? അല്ല, ഈ കോൺഗ്രസ് ആണ് ഈ 30 സീറ്റുകളിൽ യുവനിരയെ കൊണ്ടുവരുന്നത്. ലീഗൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഇത്രയും സീറ്റുകളും അവർക്കില്ലല്ലോ. അത് പ്രധാനപ്പെട്ട താപ്പാനകളെയൊക്കെ കൊണ്ടുവരും. പിന്നെ ഉള്ളതെല്ലാം ഘടകകക്ഷികളല്ലേ. അവർക്ക് പിന്നെ മൂത്തവർക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കിയൊന്നും കാണത്തില്ല ഘടകകക്ഷിക്ക്, ചെറുപ്പക്കാർക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അവരുടെ ഒക്കെ തന്നെ യുവനിര വരണമെന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. കോൺഗ്രസ്സിന് പക്ഷേ ഇത് വലിയൊരു ചരിത്രപരമായ ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്, യുവ നേതൃത്വം വന്നാൽ ജനങ്ങൾ കൂടുതൽ. കാരണം അത് പുതുപ്പള്ളിയിലാകട്ടെ, പാലക്കാടാകട്ടെ, നിലമ്പൂരാകട്ടെ യുവരക്തമാണ് വിജയിച്ചത്. തൃക്കാക്കരയിൽ പിന്നെ PT തോമസിൻ്റെ സഹധർമ്മിണി വിധവയായ ശ്രീമതി പിന്നെ ഉമാ തോമസാണ് അവിടെ മത്സരിച്ചത്. അതൊരു സഹതാപ തരംഗമൊക്കെ അതിനകത്തുണ്ട്. PT തോമസിനോടുള്ള വ്യക്തിപരമായ ബന്ധവും ഒക്കെ ആ നാട്ടുകാർക്ക്, ആ മണ്ഡലത്തിലുള്ളവർക്കുണ്ട്. അതെല്ലാം അവിടെ നല്ല രീതിയിൽ വോട്ടായി മാറി. പക്ഷേ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിൽ അതൊരു യുവരക്തമാണ്, വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പാലക്കാട് ഇതൊന്നുമില്ലാതെ UDF മണ്ഡലമാണ് എങ്കിലും സഹതാപ തരംഗമൊന്നുമില്ലാതെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിച്ചു, നല്ല വിജയം നേടി. അതായത് തകർന്നുപോയ വെറും 3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങിപ്പോയ കോൺഗ്രസിനെ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴിതാ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. ഇതിനകത്ത് ഇപ്പം മുമ്പൊരിക്കലും കാണാത്ത തരത്തിൽ കോൺഗ്രസിനും ലീഗിനും വലിയ ഒരു ഒത്തൊരുമയുണ്ട്. കാരണം ഇത്രയും ഒരു ദേശീയ പാർട്ടി ഇത്രയും കാലമായിട്ടും കോൺഗ്രസിൻ്റെ കാര്യം 10 വർഷമായിട്ട് അധികാരമില്ലാതെ മാറി നിൽക്കുക എന്നുള്ളത് അങ്ങോട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പാർട്ടി വീണ്ടും ശോഷിക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ വലിയ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ലീഗുമായിട്ട് വലിയ ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോവുകയാണ്. നിലമ്പൂരിലും നമ്മളത് കണ്ടു. വലിയ ലീഗായിരുന്നു അവിടെ, ലീഗാണ് ചുക്കാൻ പിടിച്ചത്. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ടല്ലോ, ലീഗാണ് അതിൻ്റെ ശരിക്കും ഫുൾ ക്രെഡിറ്റ്, ഫുൾ A+ അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 30 C ക്ലാസ് മണ്ഡലം തിരികെ പിടിക്കാനായിട്ടാണ് യുവ നേതാക്കളെ ഇറക്കുന്നത്, 14 ജില്ലകളിലുമായിട്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നിർത്തുകയല്ല. എന്നിട്ട് 100-ലധികം സീറ്റുകൾ നേടണം എന്നാണ്. 100-ലധികം സീറ്റുകൾ നോട്ടമിട്ടുകൊണ്ട് അത് നേടും എന്നുള്ളത് VD സതീശൻ ഒരിക്കൽ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മെക്കിട്ട് കയറാൻ ചെന്നു. അതിനെ കളിയാക്കി പരിഹസിച്ചു. അതാണ് കോൺഗ്രസിന് പറ്റിയ കുഴപ്പം. എന്താ 100-ലധികം 140 സീറ്റും നമുക്ക് നേടണമെന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആഗ്രഹിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരൊരു കാര്യം ചെയ്യട്ടെ, പിണറായി വിജയൻ മത്സരിക്കുന്നിടത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലാതെ വരുമോ? ഇല്ലല്ലോ. അവിടെയും അവരുടെ മുന്നേറ്റം കാണിക്കണം. അപ്പം 30 ഇടങ്ങളിലേക്ക് ഈ യുവ നിരയെ കൊണ്ടുവരാൻ പോവുകയാണ് കോൺഗ്രസിൽ. അത് വലിയൊരു അതിശയമാണ് കേട്ടോ. കാരണം CPM എപ്പോഴും അത് പുലർത്താറുണ്ട്. ഇനി ഇതിനകത്ത് വനിതകൾ എത്ര ഉണ്ടെന്നുള്ളത് പറയുന്നില്ല. അപ്പം ഈ 30 സീറ്റുകൾ എന്ന് പറയുന്നത് വിജയസാധ്യത ഇല്ലാത്ത, നമുക്കറിയാം C ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങനെ A-B-C ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഒരു 30,000-ലൊക്കെ താഴെ മാത്രം വോട്ട് നേടുന്ന, അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സഹാക്കന്മാരുടെ കുത്തക മണ്ഡലത്തിൽ കൊണ്ടുപോയി. ഉദാഹരണത്തിന് ധർമ്മടം, അവിടെ പിണറായി വിജയൻ അല്ലാതെ വേറൊരാൾ, മട്ടന്നൂര്
ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്, മലമ്പുഴ ഇവിടെ കൊണ്ടുപോയി ചാവേറാക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, അതിനകത്ത് കോൺഗ്രസ് അതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർക്ക് ഓരോ ഇടങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികളാണെന്ന് അങ്ങ് തീർച്ചപ്പെടുത്തി ഒഫീഷ്യലായിട്ട് നേരത്തെ പ്രഖ്യാപിതമായിട്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ആ മണ്ഡലത്തിലെ പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെയും കൂടി ചുമതല അവർക്കങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചുമതല കൂടി കൊടുക്കുമ്പോൾ ആ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി കൂടുതൽ സുപരിചിതനായി മാറും. അത് ഒരു നല്ലൊരു നീക്കമാണത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ട്, അല്ലെ എത്ര മുനിസിപ്പാലിറ്റി ഇതൊക്കെ തന്നെ എടുത്തുകൊണ്ട് അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുക, മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് കൂടുതൽ പരിചിതമായി മാറുകയും ചെയ്യും. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അത് സഹായകമായി മാറും. അപ്പോൾ വിജയസാധ്യതയില്ലാത്ത വെല്ലുവിളികൾ നേരിടുന്ന മണ്ഡലങ്ങളാണ്. വെല്ലുവിളികൾ നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ മട്ടന്നൂരും ധർമ്മടവും ഒന്നും മത്സരിക്കാൻ പോലും ആളെ കിട്ടത്തില്ല. അതെ, വെറുതെ നോമിനേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുക എന്നുള്ള സ്ഥിതിയിലാണ്. ഈ തീക്കട്ടയിൽ കയറി എറുമ്പരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അങ്ങനെ ഇവർ പ്രധാനപ്പെട്ട 14 ജില്ലകളിലായി 30 സീറ്റ്. ഇപ്പം കാസർഗോഡ് നോക്കിയാൽ അവർ എടുത്തിരിക്കുന്നത് ഉദുമ എടുത്തിട്ടുണ്ട്, തൃക്കരിപ്പൂര്, അവിടെ സ്ഥാനാർത്ഥികളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഉദുമയിൽ പ്രദീപ് കുമാർ, പിന്നെ പയ്യന്നൂർ എടുത്തിട്ടുണ്ട്, പേരാമ്പ്ര, കണ്ണൂരിലെ എനിക്ക് തോന്നുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ LDFിന് ഇപ്പോൾ MLA കടന്നപ്പള്ളിയാണ്. അത് CPMൻ്റെ പിന്തുണയിലല്ലേ നിൽക്കുന്നത്. കടന്നപ്പള്ളിയെ ഇനി എന്തായാലും ആ സീറ്റ് ഇനിയും കടന്നപ്പള്ളിക്ക് ഒരു തവണ കൂടെ കൊടുക്കില്ല. ഇല്ല, അദ്ദേഹത്തിന് പ്രായമായി. അതെ, അത് അങ്ങനെ CPMൽ നിന്ന് മാറി നിൽക്കുന്ന സീറ്റുകളുണ്ട്. കടന്നപ്പള്ളിയുടെ ഉണ്ട്, നമ്മുടെ തിരുവനന്തപുരം മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു, അതൊക്കെ അങ്ങ് എടുക്കും. അതങ്ങ് വിഴുങ്ങും, പിടിച്ചു വാങ്ങിക്കും. പണ്ടിതുപോലെ പിടിച്ചു വാങ്ങിക്കാൻ പോയതാണ് കൊല്ലം പാർലമെന്റ് സീറ്റ്. അതെ, അവസാനം പ്രേമേന്ദ്രൻ പോടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചതുമില്ല. അത് അന്നാ പ്രേമേന്ദ്രൻ കാണിച്ച തൻ്റെ ഇടമാണ് ഇന്ന് പ്രേമേന്ദ്രൻ ഏറ്റവും നല്ല പാർലമെന്റേറിയനായി നിൽക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ നിൽക്കുന്ന ആളാണ്. കണ്ണൂര്, പിന്നെ കോഴിക്കോട് രണ്ടുമുണ്ട്, സൗത്തും ഉണ്ട് നോർത്തുമുണ്ട്. ബാലുശ്ശേരിയിലെ CPMൻ്റെ വലിയ കോട്ടയാണ്, സച്ചിൻ ദേവാണ്, നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവാണ്. പിന്നെ തവന്നൂര്, തൃത്താലയിൽ പിന്നെ VT ബലറാമനെയാണ് അവർ നിർത്താൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. തൃശ്ശൂർ ഇവർക്ക് വലിയ നോട്ടമാണ്. പക്ഷേ അവിടെ കോൺഗ്രസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായിരുന്നു, അല്ലേ? ഭരിക്കുന്നത് ഇപ്പോൾ കോർപ്പറേഷൻ CPM ആണ്. പക്ഷേ അത് BJPക്ക് ഒരു അനുകൂല സാഹചര്യത്തിലേക്ക് നിൽക്കുകയാണ്. തൃശ്ശൂരിൽ അവർ ഇറക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെയാണ്, BJPയിൽ നിന്ന് വന്നത്. സന്ദീപ് വാര്യർ എനിക്ക് തോന്നുന്നു അത് അവിടെ ചോദിച്ചു വാങ്ങിച്ചതാണോ എന്ന് സംശയമുണ്ട്. കാരണം BJPയുടെ തട്ടകത്തിൽ ഞാൻ കയറി പിടിമുറുക്കി വിജയിക്കും, അല്ലെ വിജയിച്ച് കാണിച്ചു തരാം എന്നുള്ളതിന് വേണ്ടിയാണോ എന്ന് സംശയമുണ്ട്. പിന്നെ അമ്പലപ്പുഴ, കായംകുളത്ത് അരിതാ ബാബുവിനെ തന്നെ ഇറക്കുകയാണ്. 2021 അരിതാ ബാബു വലിയൊരു പ്രകടനം അവിടെ നടത്തി. കായംകുളത്ത് പിന്നെ അവിടെ പ്രതിഭാകരിയാണ് സിറ്റിംഗ് MLA. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് 1-ാം സ്ഥാനത്തായിരുന്നു. അത് ശോഭാ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാൻ ഒന്നാമത് വന്നിട്ടുണ്ട്. കായംകുളത്ത് വലിയ ലീഡായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിഭാകരിക്ക് വലിയ ക്ഷീണം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത് പാർട്ടിയിലവിടെ വിഭാഗീയതയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ കാഞ്ഞിരപ്പള്ളി, പുനലൂര്, തിരുവനന്തപുരം മണ്ഡലം, വെസ്റ്റ് എന്നും നോർത്ത് എന്നും പറഞ്ഞില്ലല്ലോ. അവിടെ ശബരിനാഥിനെ അരുവിക്കരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ശബരിനാഥ് 2021 അരുവിക്കരയിൽ സ്റ്റീഫനോട് തോറ്റുപോയി. കഴക്കൂട്ടത്ത് ഇപ്പോൾ കടകംപള്ളി ആണ്. കടകംപള്ളി CPMൽ എനിക്ക് തോന്നുന്നു കടകംപള്ളിക്ക് ഇനിയും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. കടകംപള്ളി നിന്നാലും പരാജയത്തിലേക്ക് പോകാം. കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഡോക്ടർ എസ് എസ് ലാലാണ്. പിന്നെ ഇത്തവണ കഴക്കൂട്ടത്ത് JS അഖിലിനെ ഇറക്കി. ചെറുപ്പക്കാരൻ. അതെ,
ചിറയൻകീഴ്, പിന്നെ വർക്കല എന്നീ 30 മണ്ഡലങ്ങളിലേക്കാണ് ഈ യുവനിരയെ ഇറക്കാനായിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്, തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഇവരോടൊക്കെ മണ്ഡലങ്ങളിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇവർ ഒരു മാതൃക പറയുന്നത് കരുനാഗപ്പള്ളിയിലെ മഹേഷ്, CR മഹേഷ് MLA ആണ്. 2016 തോറ്റു. ഈ മഹേഷ് അവിടെ തന്നെ നിന്നു. അതെ, അവിടെ നിന്ന് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു. നല്ല പ്രവർത്തനമായിരുന്നു അവർ. നമ്മളിപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ സമ്മതിച്ചു കൊടുക്കും. അല്ല, ഈ കോൺഗ്രസ്സുകാരിലെ ഇപ്പോൾ ചെറുപ്പക്കാർ നല്ല രീതിയിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അത്തരം ഒരു പ്രവണത ഇന്നിപ്പോൾ CPM-ൽ അങ്ങനൊന്നും കാണാനില്ല. ചെറുപ്പക്കാർ കടന്നു വരുന്നില്ല. BJP-യിലും വരുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷെ കോൺഗ്രസ്സിൽ ചെറുപ്പക്കാർ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. അതൊരു ഒരു ശുഭസൂചനയാണ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇതൊരു എന്തായാലും അവർക്ക് ഇതിനകത്ത് ഈ 30 C ക്ലാസ് മണ്ഡലങ്ങളിൽ എവിടെങ്കിലുമൊക്കെ വിജയമുണ്ടായി കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഒരു അംഗീകാരം തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്.